മച്ചാമാരെ, നമ്മുടെ ബർത്ത്ഡേ ദിനത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് നിമിഷങ്ങളും കേട്ടോ. രാവിലെ 6:30 ആയപ്പോൾ എഴുന്നേറ്റ് നേരെ കുളിയും പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പൊണ്ടാട്ടിയും കുട്ടിയും കിടന്നുറങ്ങണോണ്ട് മമ്മിയാണ് കേട്ടോ ഫുഡൊക്കെ എടുത്തു തന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം അടുത്ത പരിപാടി ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടി റെഡി ആവുക. നമ്മുടെ സ്ഥിരം പരിപാടിയായ ചന്ദനവും കാര്യങ്ങളൊക്കെ തൊട്ട് മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂ ഒന്ന് പാളിഷ് ചെയ്യണം. പൊണ്ടാട്ടിയുടെ അടുത്തുനിന്ന് ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ മേടിച്ച് നേരെ ജോലി സ്ഥലത്ത് എത്തിയേട്ടാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഓട്ടം കിട്ടിയേട്ടാ. ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ചൂട് പപ്സ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു പപ്സും ചായ അങ്ങ് പിടച്ചിട്ടാ. എന്തായാലും ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സ്ട്രോങ്. പിന്നെ ഒരു പോപ്പിൻ സോങ് മേടിച്ച് ഇടക്കിടക്ക് കളർ മാറി മിഠായി കഴിക്കുക. തിരിച്ചു വന്നപ്പോ തന്നെ അടുത്തോട്ടം കിട്ടിയട്ടാ DDICയിലേക്കാണ് ആലുവ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സ്കാനിങ് കഴിഞ്ഞ് നമ്മ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയട്ടാ. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കഴുകുക എന്നുള്ളതാണ്. 5-6 വണ്ടി കഴുകിയ റിസൾട്ട് ആണ് ഇത്. അടുത്ത വണ്ടി നമ്മുടെ ICU ട്രാവലറിൽ കുറച്ച് ഹാർഡ് ബ്ലൂവിന്റെ കുറവുണ്ട്, അതങ്ങോട്ട് പൂശാന്ന് വെച്ച്. അങ്ങനെ ഒരു 4 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നിറഞ്ഞപ്പോഴേക്കും നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ടൈം ആയിട്ടാ. അങ്ങനെ വീട്ടിലെത്തി നനഞ്ഞ ഷോക്സ് ഒക്കെ മാറിയിട്ടാ. പെണ്ണുമ്പുള്ളാണേക്കുമ്പോ കഴുകിടാനുള്ളതാണ്. അങ്ങനെ കുളിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കി. രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേക്കണോണ്ടേ അമ്പലത്തിൽ പോകാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ വൈകിട്ടാക്കാന്ന് വിചാരിച്ച് എന്തായാലും സൈക്കിളിൽ തന്നെ ആവട്ടെ യാത്ര. അങ്ങനെ ലല്ലൂസിന്റെ ടാറ്റയും മേടിച്ച് നേരെ അമ്പലത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ വീട്ടിനടുത്തുള്ള കാവി പോവാന്ന് വിചാരിച്ചാ ഇത്രയും നൈറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ ശരിയല്ല. എന്നാ പിന്നെ കൃഷ്ണന്റെ അടുത്തേക്കാവാ യാത്ര. ആദ്യം വിഘ്നവിനായകനെ കണ്ട് അതിനുശേഷം കൃഷ്ണനെ കണ്ട് സങ്കടങ്ങളും പരിവങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് പോണ വഴിക്ക് തട്ടടവിലൊരു വ്യൂ അങ്ങോട്ട് പാസ്സാക്കിയേട്ടാ. പിന്നെ നേരെ നമ്മുടെ കിവിക്കുട്ടിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും വീട്ടില് വിശേഷ ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊണ്ടാട്ടിലൊക്കെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലുവയും മത്തിക്കറി എന്ന പോലെ രണ്ടും അകത്താക്കി പൊണ്ടാട്ടിനെ കൊണ്ടൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തൊട്ടടുത്തുള്ള നമ്മുടെ റിയൽ ബേക്കറിനോട് ചേർന്നിട്ട് ഒരു ബ്യൂട്ടി സ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടാ. പിന്നെ കുറച്ച് നേരം ലല്ലൂസിനെ കളിപ്പിച്ചിരുന്ന് പൊണ്ടാട്ടി ഫുഡും കഴിച്ച് അത് കഴിഞ്ഞ് നമ്മളും ഫുഡ് കഴിച്ചിട്ടാ സ്പെഷ്യലൊക്കെ കൂട്ടി. അപ്പൊ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഫുഡ് കൊണ്ട് എന്തായാലും ഹാപ്പി ആയിരുന്നു. അതേപോലെ തന്നെ ജോലി സ്ഥലത്തെ അതേപോലെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ബർത്ത്ഡേ വിഷസ് നൽകി. അപ്പൊ നമ്മ കഴിച്ചതിന്റെ ബാക്കിയും കാര്യങ്ങളും നമ്മളെ കിവിക്കൂട്ടിനും കൊടുത്തിട്ടാ. അങ്ങനെ കിവിക്കൂട്ടിനും ഹാപ്പി ആയി. അപ്പൊ ഇതൊക്കെയാണ് മച്ചാമാരെ ഇന്നത്തെ വിശേഷങ്ങള്. ഒരു കേക്ക് അങ്ങ് മുറിച്ചിട്ടാ പൊണ്ടാട്ടിയുടെ വക. അടുത്ത ദിവസം നേദ്യക്കുട്ര 90ന്റെ ചടങ്ങിന്റെ വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.